ഹലോ ഗേസ്, ഇന്നൊരു പുതിയ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പുതിയൊരു ടാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ഐപാഡ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. ഐപാഡ് ഞാൻ വാങ്ങിച്ചതല്ല, അത് 2 ദിവസത്തെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഇരുന്നത്. എങ്ങനെയാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐപാഡ് തന്നെ വാങ്ങിച്ചത്. തന്നെ പൈസ കൊടുത്തൊന്നുമല്ല വാങ്ങിച്ചത്, ഫ്രീ ആയിട്ടാണ് വാങ്ങിച്ചത്. എന്തായാലും അതിൻ്റെ വീഡിയോസ് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളതൊന്നും കണ്ടിട്ട് ഐപാഡ് 4th ജനറേഷൻ്റെ വീഡിയോ ആണ് ഇട്ടേക്കുന്നത് തന്നെ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്ന ടാബ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ M9 ടാബാണ് വാങ്ങിച്ചേക്കുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഒന്നുമല്ല, ഒരു മിനിമം റേറ്റൊക്കെയാണ് വന്നേക്കുന്നത്. ഓഫർ പ്രൈസിനാണ് കിട്ടിയത് തന്നെ. സാധനം എന്തായാലും പക്ക നല്ല അടിപൊളിയായിരുന്നു, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഞാൻ വാങ്ങിച്ചത് ഫ്രഷ് ആയിട്ട് ആയതുകൊണ്ട് അൺബോക്സ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരുന്നു. പിന്നെ അതിൻ്റെ സ്ക്രീൻ കവറൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ പാടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അൺബോക്സിങ് അറിഞ്ഞൂടാത്തത് കൊണ്ട് ഉള്ള രീതിയിലൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോയി. ഇതുപോലെ തന്നെ ഞാൻ 1 വർഷത്തിന് മുമ്പ് വേറൊരു ടാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്തെന്ന് ഡിസ്കവർ 13+, ഒരു ചൈനയുടെ ടാബായിരുന്നു. അതെന്തായാലും എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ പുതിയൊരു ടാബ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഇനി പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല, ഏകദേശം ഡെലിവറി ചാർജ് മാത്രം കൊടുക്കേണ്ടി വന്നുള്ളൂ. എന്ന് പറഞ്ഞ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച മറ്റേ പഴയ ടാബ് ഞാൻ കൊടുത്തിട്ടല്ല ഇത് വാങ്ങിച്ചത്. പഴയ ടാബ് ഒരു ഹിന്ദിക്കാരന് കൊടുത്തിട്ട് കുറച്ച് പ്രൈസ് കുറച്ച് കൊടുത്ത് അവൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇരിക്കുന്ന കുറച്ച് രൂപയും കൂടെ ഇട്ടിട്ട് ഞാനൊരു പുതിയ ടാബ് വാങ്ങിച്ചതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഐപാഡ് അൺബോക്സ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കാണരുത് എൻ്റെ മുഖത്ത് ഭയങ്കര ഒരു ചാട പോലെയൊക്കെ, എന്തോ ഐപാഡ് വാങ്ങിച്ച വലിയ ആളുകളെ പോലെയാണെന്നാണ് എൻ്റെ വിചാരം എന്നൊക്കെ. ഈ വീഡിയോയിൽ എന്തായാലും അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും ഒരു എക്സ്പ്രഷനും ഇടാതെ നോർമലായിട്ട് തന്നെ ടാബും പൊട്ടിച്ച് നോക്കിയിട്ട് അതിൻ്റെ കളറൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ തിരിച്ചും മറിച്ചും മൊത്തത്തിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ടാബിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നല്ല സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. 32 GB ഇൻറ്റർണൽ സ്റ്റോറേജും 4 GB റാമും വരുന്നതായിരുന്നു സാംസങ്ങിൻ്റെ ടാബ്. നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 1 ഹാൻഡ് മോഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ പുതിയ അപ്ഡേറ്റൊക്കെ ഇനിയുള്ള വരും വീഡിയോയിലൊക്കെ കാണിക്കാൻ വേണ്ടി നോക്കാം. എന്തായാലും 4K ക്വാളിറ്റി സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞു വന്നതിൽ കുറേ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സാംസങ്ങിൻ്റെ ടാബല്ല, ലെനോവയുടെ ടാബായിരുന്നു. എനിക്ക് എന്തായാലും പറഞ്ഞു വന്നതിൽ ഇനി എന്തായാലും എഡിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കുന്നത്, മാറിപ്പോയതാണ്. ആദ്യം എടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ടാബായിരുന്നു സാംസങ്ങിൻ്റെ. ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്ത് മാറിപ്പോയതായിരുന്നു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് പേരുകളൊക്കെ മാറിപ്പോയത്. സംഭവം എന്തായാലും ഞാൻ കൂടുതലായിട്ടും ആൻഡ്രോയിഡ് ടാബ് ഞാൻ നോക്കിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയെക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ആൻഡ്രോയിഡ് ടാബ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഐപാഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും 2 ദിവസം യൂസ് ചെയ്തിട്ട് പോലും എനിക്ക് ഒരു ഉപയോഗമില്ലായിരുന്നു. പുള്ളി ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം കൊള്ളാവുന്ന ഒരേ ഒരു സാധനമായിരുന്നു ഐപാഡ് 4th ജനറേഷൻ. പിന്നെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഐപാഡ് ഉണ്ടായിരുന്നു, അവരെനിക്ക് തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ആൻഡ്രോയിഡിൻ്റെ മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ തന്നെ നോക്കിയിട്ട് ഇപ്പോൾ ഏതാണ് നല്ല നിലവിൽ എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് ഒരെണ്ണം നോക്കിയപ്പോൾ ഇരിക്കുന്നത് ലെനോവ ആയിരുന്നു. പിന്നെ ലെനോവയുടെ M9. 2 ടാബ് എന്തായാലും ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാംസങ്ങിൻ്റെയും ലെനോവയുടെ. രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ലെനോവയുടെ തന്നെയാണ്. പിന്നെ ഓൾറെഡി അത് വാങ്ങിച്ചത് ആയതുകൊണ്ട് സ്ക്രീൻ കവറൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യത്തെ പരിചയമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. ഒരു വിധത്തിൽ തുടച്ചും പറക്കി എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ച് തന്നെ എന്തായാലും സംഭവം എന്തായാലും കളറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇനി എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് ബോറാക്കണമെന്നല്ല, നിങ്ങൾ എന്നെ കണ്ടിട്ട് വരി. സാധനം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഞാൻ പെട്ടെന്നൊരു കാര്യം ആലോചിച്ചത്. എന്തായാലും 500K സബ്സ്ക്രൈബറൊക്കെ ആയതില്ല, ഒരു ഗീവ് അവേ വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ തീരുമാനം കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ 3 സാധനങ്ങൾ ചൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് ഇടാം. നിങ്ങളതിൻ്റെ അകത്ത് ചൂസ് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സാധനം വേണ്ടിയെന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വരാൻ നേരത്ത് എന്തായാലും അത് തന്നെ ഒരു ഗിഫ്റ്റായിട്ട് 3 പേർക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കാം. ഗിവ് അവേയുടെ വീഡിയോസ് എന്തായാലും അടുത്ത അപ്ഡേറ്റിൽ ഞാൻ അറിയിക്കാൻ വേണ്ടി നോക്കാം. എന്തായാലും 3 സാധനങ്ങൾ എന്തൊക്കെയാണ് നല്ലതെന്നൊക്കെ നോക്കി ചൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോസിൽ അറിയിക്കാൻ വേണ്ടി നോക്കാം. ഗിവ് അവേയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് പങ്കെടുക്കാമെന്ന് അടുത്ത വീഡിയോസിലായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി നോക്കാം. ഏത് സാധനമാണ് ഞാൻ ഗിവ് അവേ ആയിട്ട് വെക്കാമെന്ന് ഇതൊന്നും ചൂസ് ചെയ്തിട്ടൊന്നുമില്ല. പെട്ടെന്ന് ഒരു ടാബ് കണ്ടപ്പോൾ നോക്കിയത്. എന്തായാലും ടാബൊന്നും അല്ല ഗിവ് അവേ ആയിട്ട് വെക്കാൻ പോകുന്നത്. ഇതെൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചത് ഉള്ളതുകൊണ്ട് ഞാൻ അധികമായിട്ടൊന്നും ടാബ് യൂസ് ചെയ്ത് നോക്കിയൊന്നുമില്ല. എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അപ്ഡേറ്റ് എന്തായാലും ഞാൻ അറിയിക്കാൻ വേണ്ടി നോക്കാം അടുത്ത വീഡിയോയിൽ. ടാബ് വാങ്ങിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം കിട്ടാൻ നേരത്ത് ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഒന്ന് വാങ്ങിച്ചത് തന്നെ ടാബ്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുകളുമായി അടുത്ത വീഡിയോസിൽ കാണാം. ബൈ ഗായ്സ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.